കള്ള് ഈ കള്ളിന് വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് വന്നത്. കള്ള് ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ, വലിയ ആഗ്രഹത്തോടെയാണോ? ഒന്ന് പറയാൻ വാക്കുകളില്ല. സത്യം കിടിലം. കള്ളെന്ന് പറയുമ്പോ അടിപൊളി കിടിലം, ഒരു രക്ഷയില്ല. ഫുഡ് വരുന്നുണ്ട്. നമ്മളെ രാജേഷ് ചേട്ടനാണ് ആള്. എന്ന് വെച്ചാൽ രാജേഷ് ചേട്ടൻ്റെ സഹായം വളരെ വലുതാണല്ലേ. നമസ്കാരം ചേട്ടാ. താമസിച്ചു പോയി. നമ്മൾ പറഞ്ഞിട്ടുള്ളത് വാളക്കറി, ആറ്റുവാളക്കറി, പുഴയുണ്ട്, പോർക്ക് ഫ്രൈ, താറാവ് കറി, പൊറോട്ട, ബീഫ് ഫ്രൈ, കപ്പ, മഞ്ഞക്കൂരി കറി. നമ്മുടെ ഫേവറേറ്റ് ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. താറാവൊക്കെ വളരെ ഗംഭീരമായിരുന്നു ഇവിടുത്തെ, ഒരു രക്ഷയില്ലാത്ത ഐറ്റം. കഴിച്ചിട്ട് ഞാൻ ഇവിടുത്തെ ഒപ്പീനിയൻ പറഞ്ഞു കാണും, വളരെ ഗംഭീരമായിരുന്നു അന്ന്. ഇപ്പോഴും അതിൻ്റെ മോളിൽ പോകാനാണ് ചാൻസ്. കള്ള് ഈ കള്ളിന് വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് വന്നത്. കള്ള് ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ. ഒന്ന് പറയാൻ വാക്കുകളില്ല. സത്യം കിടിലം. കള്ളെന്ന് പറയുമ്പോൾ അടിപൊളി കിടിലം, ഒരു രക്ഷയില്ല. ഏതൊക്കെ വാക്കുകൊണ്ട് പൊഴുത്താൻ പറ്റുമോ എന്നുള്ള ഞാൻ പൊഴുത്തു. അത്രയും ഗംഭീരം. ഈ കള്ളെന്ന് പറയുമ്പോൾ വിശ്വസിച്ച് കുടിക്കാം. വീണ്ടും പറയാണ്, നമുക്ക് നല്ല കള്ള് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിശ്വസിച്ച് വരാൻ പറ്റുന്ന ഒരു കിടിലൻ ഷാപ്പാണ് ശിവകാശി ഷാപ്പ്. ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് നമുക്ക് മോനെ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നെങ്കിൽ നമുക്ക് പൂപ്പള്ളി, ചമ്പക്കുളം, തായങ്കരി, എടത്തുവാർ റോഡ്, കിളിയമ്പേലിപ്പാലം. ഇനിയിപ്പം മന്ത്രം അടൂർ ഭാഗത്ത് നിന്നാണ് വരുന്നവർ എടത്തുവ പോലീസ് സ്റ്റേഷൻ അവിടെ ചമ്പക്കുളം തായങ്കരി റോഡിൽ കയറിയാൽ 5 മിനിറ്റ് കൊണ്ട് ഷാപ്പിൽ വരാം. നമുക്ക് ഗൂഗിൾ മാപ്പിലൊക്കെ ഇതിന്റെ ലൊക്കേഷൻ കറക്റ്റ് ഉണ്ട്. വാള ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. കണ്ടോ, കിടിലം വാള. ബീഫ് ഫ്രൈയുടെ അകത്ത് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കറുകറാന്നിരിക്കുന്ന ബീഫ് ഫ്രൈ, കിടിലം ബീഫ് ഫ്രൈ. കിടിലം പോർക്ക്, അടിപൊളി. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അന്നത്തെ കഴിഞ്ഞ് ഗംഭീരം. ഇപ്പം ഓരോ ദിവസം കഴിയുന്നോറും ടേസ്റ്റ് കൂടി വരുന്നു കേട്ടോ. അടിപൊളി പോർക്ക്. പൊറോട്ടയ്ക്ക് ഒരു ക്വാളിറ്റി നമുക്ക് തോന്നും. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് പൊറോട്ടയ്ക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. താറാവിൻ്റെയൊക്കെ വലിയ പീസാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ വന്നത് ഒരുപാട് ലേറ്റായിപ്പോയി. അത് കാരണം ഐറ്റംസ് എല്ലാം വളരെ കുറഞ്ഞ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. പിന്നെ 2 ഇരട്ടി ഐറ്റംസുകളുണ്ട്. ഞണ്ടും നാടൻ കോഴിയും ഒക്കെ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്. താറാവ് അങ്ങനെ നോക്കട്ടെ. കിടിലം. കിടിലം താറാവ് കറി. ഞാൻ പറഞ്ഞില്ല, അന്ന് ഞാൻ കഴിച്ചതിനെ കഴിയും എത്ര ബെറ്റർ ആയിരിക്കുന്നു. 2 ഇരട്ടി ബെറ്ററായി. താറാവ് കറിയുടെ ഒക്കെ ഒരു നല്ല മാറ്റം. കിടിലം. ഇത്രയും ഗംഭീരമാണെന്ന് വിചാരിച്ചില്ല കേട്ടോ. ഇവിടെ മസ്റ്റായിട്ട് എല്ലാവരും പറഞ്ഞു കേട്ടോ. എൻ്റെ ഒരു ഇതാണ്, ഞാൻ വിശ്വസിച്ച് വരാൻ പറ്റും. കള്ള് കുടിക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ വരാം. ഫുഡും ഒരു രക്ഷയില്ല. രാജേഷ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയും കിടിലമായിട്ട് സർവീസ്. നമ്മുടെ എന്ത് ആവശ്യം വേണേലും രാജേഷ് ചേട്ടൻ സാധിച്ചത് ഒരു പ്രശ്നമില്ല. പുള്ളി വളരെ പോസിറ്റീവായിട്ട് ചിരിച്ചോണ്ട്, ആ ചിരി കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് പറയും കേട്ടോ. മഞ്ഞക്കൂരി കൂടെ നോക്കാം. ചാറും കൂടെ കൂട്ടി മഞ്ഞക്കൂരി. കിടിലം. ആളെന്ന് കറി അത് തന്നെ പറയാം. ആളിക്കുന്ന കറി. നമ്മുടെ ഈ ഇച്ചിരി പിന്നെ കപ്പയല്ല, ഈ മീൻ കറി ഇതിൻ്റെ അടുത്ത് ഈ കപ്പയുടെ അത് ചാറ് ഒഴിച്ചാൽ മതി. കഷ്ണം ഇതിൻ്റെ മതി. അടിപൊളി. മതി കേട്ടോ, മതി. അത്രയ്ക്ക് മാറ്റം. മതി. അത്രയ്ക്ക് മാറ്റം. ഇതെല്ലാം ഇത് കഴിച്ചു തീർക്കാനുണ്ടാണ്. അതുകൊണ്ട്
എല്ലാം ഇതെല്ലാം ഇപ്പോൾ തന്നതെല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി, വളരെ ഗംഭീരം. ഒന്നിനും കുറവൊന്നും പറയാനില്ല. എല്ലാത്തിനും പക്ക. കറക്റ്റ് പാകത്തിന് ഉപ്പും മുളകും പുളിയും മസാല എല്ലാം പക്ക, ഒരു രക്ഷയില്ല ഇതിലാണ്. കുഴയും കൂടെ നമ്മൾ കഴിച്ചു നോക്കണ്ട. അപ്പോൾ ഇതുപോലെ രാജേഷേട്ടനെ ഇവിടെ നിന്ന് സർവീസ് ചെയ്ത് തരുന്നുണ്ട്. അതിനൊന്നും ഒരു പുള്ളിക്കൊരു യാതൊരു പ്രശ്നമില്ല. ഉണ്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആര് വന്നാലും പുള്ളി ഇവിടെ ഇതുപോലെ വിളമ്പി തരും. മീൻചാറുകൾ എനിക്ക് മാത്രമല്ല, ആര് വന്നാലും പുള്ളി അത് ഇതുപോലൊക്കെ തന്നെ ചെയ്യും കേട്ടോ. ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. അത്രയ്ക്ക് ഗംഭീരമാണ് ഈ പുള്ളി. എനിക്ക് വളരെ ഇഷ്ടമാണ്. എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായത്. എന്ത് മാജിക്ക് നിങ്ങളിവിടെ ഇതെന്തോ മാജിക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം എനിക്ക് ഒന്നുകൂടെ കഴിക്കണം കേട്ടോ. ഞാൻ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് മാത്രമാണ്. കള്ള് കൂടെ കുടിക്കട്ടെ. എല്ലാം ആളിരിക്കുകയാണ് നല്ലപോലെ. കള്ള് നേരത്തെ ആ കള്ള് നല്ല ആ കള്ളിന്റെ ആവേശം മൂത്ത് കഴിച്ചിട്ട് മൊത്തം മേത്തോട്ടാണ്. ഞാനാ പറഞ്ഞ ഗ്ലാസ് കൊണ്ടുവരാം, ഗ്ലാസ് വെച്ച് കുടിക്കാതെ മേത്ത് മൊത്തം വീഴും. കാരണം കള്ളിനുള്ള രുചി കണ്ടപ്പോൾ നമ്മൾ തന്നെ പോയി, നമ്മൾ തന്നെ വിട്ടുപോയി കള്ളിന്റെ. അപ്പൊ ഇനി നമുക്ക് ഗ്ലാസ് ഒഴിച്ച് കഴിക്കാം. നല്ലപോലെ ആള് നിൽക്കുക. മീൻകറിക്കെല്ലാം നല്ല അത്യാവശ്യം എരിവുണ്ടാണ് കേട്ടോ. അങ്ങ് വലിയ എരിവല്ല, നല്ല ഷാപ്പിൽ എരിവ്. നല്ല ആള് നിൽക്കുന്ന സമയത്ത് ഈ കള്ളും കൂടെ കുടിക്കുമ്പോൾ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കുടിച്ചു തരാം. തണുപ്പിൽ നമ്മളിപ്പോൾ കൊണ്ടുവന്നേ ഫ്രഷ് സാധനമല്ലേ. ഓ, അത്രയും ഒരു സംതൃപ്തി അല്ലേ. ആസ്വദിച്ച് കഴിക്കാന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ, ഇങ്ങനെയാണ് ആസ്വദിച്ച് കഴിക്കുന്നത്. അത്രയ്ക്കല്ലേ പറയാൻ ബാക്കികളില്ല. അത്ര ഗംഭീരമാണ് ഈ ഷാപ്പ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വരണം, കള്ള് കുടിക്കണം, ഇവിടുത്തെ ഫുഡ് കഴിക്കണം. ഓ